നമസ്കാരം, എല്ലാവർക്കും തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് മടക്കി അയക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യക്ക് ബംഗ്ലാദേശ് സർക്കാരിൻ്റെ കത്ത്. ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ നിയമ നടപടി നേരിടേണ്ടതുണ്ട് എന്ന് കാട്ടിയാണ് നയതന്ത്ര തലത്തിൽ കത്തയച്ചതെന്ന് ഇടക്കാല സർക്കാരിലെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഫീഖ് ഹുസൈൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനകീയ പ്രക്ഷോഭങ്ങളിൽ അധികാരം നഷ്ടമായതിനെ തുടർന്ന് ബംഗ്ലാദേശ് വിട്ട ഷെയ്ഖ് ഹസീന ഓഗസ്റ്റ് 5 മുതൽ ഇന്ത്യയിൽ കഴിയുകയാണ്. ജൂലൈ മുതൽ ബംഗ്ലാദേശിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീനയുടെയും ഹസീന മന്ത്രിസഭയിലെ മന്ത്രിമാർക്കുമെതിരെ ധാക്ക ആസ്ഥാനമായുള്ള രാജ്യാന്തര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വംശഹത്യ, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ICT അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു. ഇതുവരെ 200-ലേറെ കേസുകളാണ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ 179 എണ്ണം കൊലക്കുറ്റങ്ങളാണ്. മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റം, വംശഹത്യ, തട്ടിക്കൊണ്ടുപോകൽ എന്നിവയും ഹസീനയുടെ പേരിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നു. ഇവയെല്ലാം ഇരു രാജ്യങ്ങളിലും കുറ്റകരമായതും പലതും 1 വർഷത്തിലേറെയോ വധശിക്ഷ തന്നെയോ ലഭിക്കാവുന്നതുമായ കുറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ നയതന്ത്രത്തിലുള്ള ബംഗ്ലാദേശിൻ്റെ വിട്ടയക്കൽ അപേക്ഷ ഇന്ത്യക്ക് പരിഗണിക്കേണ്ടതായി വരും. 1971 ശ്രീമതിയുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായ സമയത്ത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശിനെ ഇന്ത്യ വിമോചിപ്പിച്ചത് 1971 യുദ്ധത്തിലാണ്. അങ്ങനെയാണ് ബംഗ്ലാദേശ് എന്നൊരു പുതിയൊരു രാജ്യമുണ്ടായത്. അന്നത്തെ ആദ്യ പ്രസിഡൻ്റായിരുന്ന മുജീബുർ റഹ്മാൻ്റെ പുത്രിയാണ് ഷെയ്ഖ് ഹസീന. ഇവരുടെ ഭരണകാലത്ത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ വളരെ ഊഷ്മളമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി മോദി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം കൊടുത്തത്. വിമതസേന സിറിയ പിടിച്ചടക്കിയതിനെ തുടർന്ന് റഷ്യയിൽ കുടുംബത്തോടൊപ്പം അഭയം തേടിയ ബാഷർ അസദിൻ്റെ ഭാര്യ വിവാഹമോചനം തേടുന്നു. വിവാഹമോചനത്തിന് ശേഷം UK-യിൽ സ്ഥിരതാമസമാക്കുവാനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആഗ്രഹിക്കുന്നത്. അസദിൻ്റെ ഭാര്യ റഷ്യൻ കോടതിയിൽ വിവാഹമോചനാപേക്ഷ ഫയൽ ചെയ്ത് മോസ്കോ വിടാൻ പ്രത്യേക അനുമതി തേടിയിരിക്കുകയാണ്. അപേക്ഷ റഷ്യൻ അധികാരികൾ പരിശോധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ. സ്വന്തം നാടായ UK-യിലെ ലണ്ടനിലേക്ക് മാറുവാനാണ് ഭാര്യ അസ്മ അൽ അസദ് ആഗ്രഹിക്കുന്നത്. വിമതർ പിടിച്ചടക്കിയ സിറിയയിൽ നിന്ന് റഷ്യ അയച്ചു കൊടുത്ത വിമാനത്തിലാണ് ആസാദും കുടുംബവും രക്ഷപ്പെട്ടത്. വിശ്വസ്തരായ അനുയായികളും സ്വന്തം സഹോദരങ്ങളെയും പോലും കബളിപ്പിച്ചാണ് ഇയാൾ രാജ്യം വിട്ടതെന്നാണ് സിറിയക്കാർ ആരോപിക്കുന്നത്. കൂടാതെ ടൺ കണക്കിന് നോട്ടുകെട്ടുകളും ഇയാൾ സിറിയയിൽ നിന്ന് റഷ്യയിലേക്ക് കടത്തിയെന്ന് അവർ ആരോപിക്കുന്നു. 20ഓളം അത്യാഡംബര അപ്പാർട്ട്മെൻറ്റുകളാണ് അസദിന് റഷ്യയിൽ സ്വന്തമായിട്ടുള്ളതെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഹമാസ് തീവ്രവാദികൾക്ക് കർശന താക്കീതുമായി അമേരിക്കയുടെ നിയുക്ത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ് അടുത്ത വർഷം ജനുവരി 20 മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിയില്ലെങ്കിൽ ഭവിഷ്യത്ത് അതിഗുരുതരമായിരിക്കുമെന്ന് അദ്ദേഹം ഹമാസിന് മുന്നറിയിപ്പ് നൽകി. 4 അമേരിക്കൻ പൗരന്മാരും ഹമാസിൻ്റെ ബന്ദികളായി ഇപ്പോഴും ഗാസയിൽ തടവിലുണ്ട്. നേരത്തെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഭീകര സംഘടനയായ ഹമാസിനെ നരകത്തിലെത്തിക്കുമെന്ന് പിക് മൈക്ക് പറഞ്ഞു. രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞ ഹമാസ് നേതാക്കൾക്ക് ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ ജൂതബന്ദികളെ എല്ലാവരെയും വിട്ടയക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹമാസ് തീവ്രവാദികളെ നേരിടുന്ന കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിക് മൈക്ക് അഭിനന്ദിച്ചു. ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഇറാൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തകർത്തതിലൂടെ ഇസ്രായേൽ ഭീകരർക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയുക്ത അമേരിക്കയുടെ സുരക്ഷാ ഉപദേഷ്ടാവിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് 4ഓളം അമേരിക്കൻ പൗരന്മാർ ഇപ്പോഴും ഹമാസിൻ്റെ ബന്ദികളായി ഗാസയിൽ എവിടെയോ കഴിയുന്നുണ്ടെന്ന കാര്യത്തിലാണ്. ചിലപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേക്കുന്ന ജനുവരി 20 ശേഷം ചിലപ്പോൾ ഈ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി അമേരിക്കയും ഗാസയിൽ സൈനിക നടപടിക്ക് നീങ്ങിയേക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വാർത്താ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. താങ്ക് യു.